ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ മക്കളെ? അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു, ഞാനും മക്കളൊക്കെ കേട്ടോ. അതറിഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്നറിയാം. എന്താ ഇപ്പം പരിപാടി എന്നായിരിക്കൂലേ? നമ്മളെ മേൻസുച്ചാണ് മക്കളെ, തേനിൻ്റെ കന്നിമാസം പറയാ. അത് ചെറുതേനാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇത് നന്നാക്കണം, മീറ്റർ ബോർഡ് ഒന്ന് മാറ്റണം, കുറേ ദിവസമായി കരുതണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നാത്തൂൻ്റെ മാപ്പിളയാണ് കേട്ടോ, അളിയാക്കയാണ് വന്നിക്കണത്. അളിയാക്കാനൊന്നാണ് ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വന്നിക്കാണ്ട് രാവിലെ വന്നിക്കാണ്ടേ അപ്പോൾ ഇതൊന്ന് മാറ്റി തരികയാണ് കേട്ടോ. അപ്പോൾ ആ മാറ്റി തരേണ്ട അടിയിൽ മക്കളെ അതും ഇങ്ങോട്ട് തുറന്നപ്പോൾ തേന് നോക്കി ഞങ്ങൾ ഒഴുകണ്. അപ്പോൾ ഇത് ചെറുതേനാണല്ലോ. എന്തായാലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒറിജിനൽ സാധനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. നമ്മളെ കൺമുന്നിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറുതേന് കുറേ കാലമായി ഞാൻ അന്വേഷിച്ചെടുക്കണം കേട്ടോ. പക്ഷെ നമുക്ക് ഒരു വിശ്വാസമായിക്കാണ്ട് നമുക്ക് കിട്ടണം. എന്തിനാ എനിക്ക് ചെറുതേന് എന്നായിരിക്കൂലേ. നമ്മളെ മിന്നുമ്മണ്ടല്ലോ വർത്താനം പറയില്ല മക്കളെ, വർത്താനം പറയും നേർക്ക് തിരിയില്ല കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നാണ്. എന്നാലും മക്കളെ കഴിച്ചില്ലായിട്ടാണ് മാക്സി ഇങ്ങനെ ഇട്ടിക്കണം കേട്ടോ. എൻ്റെ കൈ കേടന്നേ കൊയമ്പ് തേക്കാനും ഇങ്ങനെ പിടിച്ചാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിന് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് കഴിച്ചു. ഇനിയിപ്പോൾ അതൊന്ന് കൂട്ടി യോജിപ്പിച്ചണം. കൈ ഇത്ര വരെയല്ല കൈയായിരുന്നു, നിങ്ങൾക്ക് അറിയില്ലേ. ഞാൻ മീഷോന്നൊരു കത്തി ഓർഡർ ചെയ്ത. എല്ലാവരും യൂട്യൂബിൽ ഇങ്ങനെ കത്തി കൊണ്ടൊക്കെ ചൊറുക്കിൽ ആപ്പിളും മുന്തിരിയൊക്കെ മുറിച്ചണ കാണുമ്പോൾ എൻ്റെ കത്തിൻ്റെ ഒരു കോലം നോക്കിയത് കണ്ടിട്ട് അവിടെ നിൽക്കണ്, പരന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. കുക്കർ കൂക്കൂ പറയുന്നുണ്ട്. കൂത്തി വണ്ടി കൂക്കിപ്പായും തീ വണ്ടി കൈക്കരി തിന്നും തീ വണ്ടി വെള്ളം മോന്തും തീ വണ്ടി. ആദ്യം കുട്ടിപ്പത്തിന് ആയ് എന്ത് ഭംഗി നിന്നെ കാണാൻ. മൂർത്തുണ്ടാവട്ടെ മക്കളെ. എല്ലാവരുമേ ഒരുപാട് ബ്ലോഗർമാരെ അതിൽ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടത്. ഇതിനിപ്പോൾ ആകെ 199 ഒക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇതിൻ്റെ മൂർച്ചത്തിൻ്റെ പരുവൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ 3 കത്തി കേട്ടോ. ആ 199 200 റുപ്യായി ഒന്നുണ്ട് കേട്ടോ 3 കത്തിക്ക്. ഞാൻ കണ്ടപ്പോഴേ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണാലോ നല്ല ക്ലാരിറ്റിയില്ലേ. അല്ല ഇറങ്ങില്ല റിതുവാ ആ ജാണോ വീഡിയോ എടുക്കണവർക്ക് സംശയം ഉണ്ടാവും. കാരണം ഇപ്പൊ കാണില്ല എന്നാ പറയുന്നത്. അതവിടെ കത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാനേ കത്തി ഒന്ന് കാക്കട്ടെ കേട്ടോ, മൂർച്ച ഉണ്ടാക്കട്ടെ. ഞമ്മക്ക് നമ്മളെ രാവിലത്തെ ചായ മക്കളെ മാടി വിളിച്ചത് കയ്യ് ശരിയായി വരുന്നുള്ളൂ കേട്ടോ. ഒന്നും കൂടി വൈദ്യരുടെ പോകണം. പക്ഷെ നല്ല മാറ്റമുണ്ട് കേട്ടോ. വൈദ്യരുടെ അടുത്തൊന്ന് പോയിട്ട് നല്ല മാറ്റമുണ്ട്. നമുക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കാട്ടണം മക്കളെ. ഇതോ മുറിച്ചുണ്ടോ നോക്കട്ടെ. ഇതുകൊണ്ടല്ലേ മുറിച്ച. നല്ല മൂർച്ചുണ്ട് കേട്ടോ മക്കളെ. എന്നാ വാങ്ങിക്കോളി കേട്ടോ. 200 റുപ്യുള്ളൂ. ഈ ലിങ്ക് അറിയാൻ നിൽക്കണ്ട, അതൊന്നും കൂടിയാടില്ല. ലിങ്കാണ് നല്ല മൂർച്ചുണ്ട് കേട്ടോ. പവറ് എടാ എൻ്റെ കൈ കിടന്ന് ഇത് ഇവിടെ മറച്ചു തരാ മക്കളെ. ആ കൈ അവിടെ കീറിയതാണ് കേട്ടോ. പുതിയ 2 മാക്സി എടുക്കണം. 2 മാക്സി അങ്ങനെ കീറിക്കണം. അതല്ലെങ്കിൽ ഭയങ്കര ഗതിയാടൊക്കെ ഇട്ടാവുമ്പോ നിങ്ങൾക്ക് അറിയണല്ലേ. നല്ല മൂർച്ചുണ്ട് കേട്ടോ. തേന ഒഴുകണം. അപ്പൊ ജ്യൂസ് അടിച്ചാണ് കേട്ടോ. ജ്യൂസ് ഇവിടെ ഒന്നടിച്ചാ പോരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ. ഇവിടെ നളിയാക്കുണ്ട്. അപ്പൊ ജ്യൂസ് അടിച്ചണം. നല്ല മുറിച്ചുണ്ട് പറഞ്ഞാൽ നല്ല മുറിച്ചുണ്ട് കേട്ടോ. നമ്മളെ സൂപ്പർ ആട്ടോ കത്തി. മീഷോന്നാണ് കേട്ടോ. മീഷോന്ന് കുറച്ച് ദിവസമായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഞാൻ അതുവരെ തുറന്ന് നോക്കിയിട്ടില്ല. ഓരോ തിരക്കും കാര്യമൊക്കെ ആയിട്ട്. പിന്നെ എന്തേലും ഇങ്ങനെ ഫ്രൂട്ട്സ് എന്തേലൊക്കെ നമ്മൾ കിട്ടട്ടെ എന്നിട്ട് മുറിച്ചേരി കിട്ടത്. ആള് സൂപ്പറാട്ടോ. നല്ല സുഖമുണ്ട്. ഇങ്ങനെ വെക്കുമ്പോ തന്നെ പോകണുണ്ട് കേട്ടോ. അത്ര അടുത്തൊന്നും കൊടുക്കാൻ പറ്റൂല, അത്ര മുറിച്ചാണ്. മാടി വിളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമൊക്കെ യൂട്യൂബ്
യൂട്യൂബിലൊക്കെ വ്ളോഗർമാരെ കയ്യിൽ ഇങ്ങനെ കാണുമ്പോഴേ ഞാനിങ്ങനെ കരുതും വാങ്ങണമെന്ന് കരുതും കേട്ടോ. പക്ഷെ പേടിയായിരുന്നു, ഭയങ്കര റേറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ കരുതിയിട്ട്. നമ്മളൊക്കെ ഇങ്ങനെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് ഉണ്ടാവുമോ പേടിയായിരുന്നു കേട്ടോ. ഇനി ഇതുകൊണ്ട് നിർത്തോട്ടെ കേട്ടോ. നല്ല മുറിയുന്നുണ്ട് കേട്ടോ, തൊടുമ്പോത്തിന് പോകുന്നുണ്ട്. നമുക്ക് മുഴുവനായിട്ട് ഇതാക്കിയിട്ടില്ല ഞാൻ, ജ്യൂസ് അടിച്ചാനില്ലേ അല്ലേ. സൂപ്പർ കേട്ടോ. ഓ പൂജക്കുട്ടിനെ കൊണ്ടുപോയിട്ടാണ് ഇവിടെ പൂജക്കുട്ടി വന്നത്. പൊന്നാര മക്കളെ അതിനെ കൊണ്ടുപോയിട്ടിട്ട് പോണൂല്ല. അത് ഈ മക്കളെ കണ്ടിട്ടേ പൂജക്കുട്ടിനൊക്കെ ഓരോന്ന് വളർത്തിക്കോളി. പരിയിലൊക്കെ പാമ്പുകളാണല്ലോ. പൂജ സാറ് അപ്പൊ കത്തി സൂപ്പറാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ചെറുതേനെ അവിടെ ഓല് പൊടിപിടാ എടുക്കണുണ്ട് കേട്ടോ. ഷെയ്മോളും അളിയാക്കിയും കാക്കും ഒക്കെ പാടെ കൂടിയിട്ട്. അപ്പോൾ പുതിയ ജാറ് വാങ്ങിയണോന്നും കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്ത് സാധനം കിട്ടിയാലും നിങ്ങൾക്ക് കാണിച്ചു തരും. കത്തി കിട്ടിയാലും അല്ലേ. പണ്ടൊക്കെ ഞാനേ നമ്മളെ സിലുടാക്കിൻ്റെ ഒക്കെ വ്ളോഗിലൊക്കെ കണ്ടുക്കണം കേട്ടോ അങ്ങനത്തെ കത്തി. അപ്പം ഞാൻ 1000-2000 ഒക്കെ വേണ്ടി വരും കരുതിയിട്ട് അങ്ങനത്തേനൊന്നും നിൽക്കല്ലേ. പിന്നെ അങ്ങനെ നല്ല ചൊറുക്കില്ല അടുക്കളയൊക്കെ വേണം. ഏതായാലും ഇപ്പം അങ്ങനത്തെ അടുക്കളയൊന്നും കിട്ടിയിട്ട് ഇപ്പം ഏതായാലും നമ്മൾ ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ പൂതി വരുമ്പോൾ അങ്ങനത്തെ ഒക്കെ വാങ്ങുക. ഏകദേശം 199-200 റുപ്യയിൽ അടങ്ങുന്ന ഒരു കത്തിയാണ് കേട്ടോ. മീഷോയിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. കുറേ ദിവസമായി കുട്ടികൾ പൊളിച്ച് അറിയാൻ തുടങ്ങിയിട്ട്. നല്ല മൂർച്ചുണ്ട് കേട്ടോ, നല്ല ചൊറുക്കുണ്ട്. അതിന് പറ്റിയ അടുക്കളയും കൂടി ആകുമ്പോൾ നല്ല ബൗസ് ഉണ്ടാവില്ലേ. എന്തായാലും അങ്ങനത്തെ ഒരു അടുക്കള ആയിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ പൂതികളൊക്കെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിച്ചാണെങ്കിൽ അതങ്ങോട്ട് നിറവേറ്റുക അല്ലേ. അപ്പോൾ കുറേ ദിവസമായി ഒരു ജാറ് വാങ്ങണം. നമ്മളെ മിക്സിയിലെ കുറേ കൊല്ലങ്ങളോളായിട്ടോ. സുജാതൻ്റെ ഒരു മിക്സി പണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടിലായെന്ന് വാങ്ങിയ തന്നെയാണ് കേട്ടോ. പക്ഷേ അത് ഭയങ്കര മൂർച്ചയാണ്. പിന്നെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാനിപ്പോൾ ശതാവരി ആയാലും ബീട്രൂട്ട് ആയാലും ക്യാരറ്റ് ആയാലും ഒക്കെ അതിൽ നിന്ന് തന്നെയാണ് നെക്കി പിഞ്ഞ് എടുക്കൽ കേട്ടോ. നല്ല ഒരു എന്താ പറയുക, പുകയും കാറ്റും വായുവൊന്നും വരാത്തൊരു മിക്സി തന്നെയാണ് കേട്ടോ. ചൂടാവുമ്പോൾ നമ്മളൊന്നുകൂടെ ഓഫാക്കിയാൽ മതി. പിന്നെ മറ്റേ മിക്സിൻ്റെ മാതിരി കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടി കൂടെ കാറ്റും പുകയൊക്കെ വന്ന് നിൽക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ജാറൊന്ന് മാറ്റി അതൊരു കറ പിടിച്ച് കണ്ട് അതിൻ്റെ മുകളിൽ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അതൊന്നാണ് മാറ്റി കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഒരച്ച കയറ്റമൊന്നുമില്ല. അതിമേലൊരു കറ പിടിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് സപ്പോട്ട അതുപോലെയുള്ള കറ പിടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ആ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവും. ഇപ്പം ഞാൻ ശതാവരി അടിക്കണോണ്ട് കേട്ടോ. ശതാവരി ഇപ്പോൾ ആ മിക്സിയിൽ അടിക്കൽ കേട്ടോ. മറ്റതൊക്കെ ഞാൻ ഈ മിക്സിയിൽ അടിച്ചു. പിന്നെ നമുക്ക് എപ്പോഴും ഇല്ലേ നമ്മളെ ആവശ്യങ്ങൾക്കൊരു ജാറ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. മറ്റേ മരുന്നുകളൊക്കെ അടിച്ചുണ്ടാക്കണല്ലേ. അപ്പം അങ്ങനെ കാക്കുവിനോട് പറഞ്ഞിക്കാണ്ട് ഒന്നങ്ങോട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതൊന്ന് കാണിച്ചു തരാം എഴുതി. അപ്പം ജ്യൂസ് അടിച്ചിട്ടെ. അപ്പോൾ നമ്മളെ പൊന്നിൻ്റെ കത്തി അറിയാം. എനിക്ക് അങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര അതിർപ്പാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും നമുക്കത് വാങ്ങാൻ കഴിയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. നമ്മൾ നയിച്ചുണ്ടാക്കി കണ്ട് ഒരു 10 റുപ്യക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ജാറും കത്തി നല്ല മൂർച്ചുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ആ മീഷോയിലൊന്നാണ് അടിച്ചു നോക്കിയാൽ മതി. കത്തിക്ക് എന്താ ഇംഗ്ലീഷ് പറയുക അതൊക്കെ ഒന്നാണ് അടിച്ചു നോക്കുകൊണ്ടി. അപ്പം അങ്ങനെ ചൊറുക്ക് പുള്ളിയും കുത്തും ചൊറുക്കൊക്കെ അല്ല കത്തി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചാണ് 2 പൈനാപ്പിളാണ് കൊടുന്നിക്കണം കേട്ടോ. ഇവിടെ ഒരു കണ്ടും ഒന്നൊന്നും അടിച്ചിട്ട് കാര്യമില്ല എന്നറിയില്ല. വിരുന്നാർക്ക് നമ്മൾ എന്തായാലും വാങ്ങുമ്പോഴേ ഇവിടെ അതിലാറ് ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാം. വിരുന്നാർ 1-2 ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ 8-9 ആൾക്കാരുണ്ട് അറിയില്ല. പിന്നെ ഭയങ്കര ചൂടുവാണല്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് നീട്ടി വലിച്ചുകാണ്ട് അങ്ങോട്ട് അടിച്ചാന്ന് കരുതി. ഇങ്ങോട്ട് നോക്കിയേ മിക്സിൻ്റെ ഒച്ച ഇട്ടിട്ട് വന്നിക്കാണ് കേട്ടോ. കഴുത്തിലൊക്കെ ചൂട് പൊന്തിക്കണം, ഭയങ്കര ചൂടാണ്. നിങ്ങൾക്കൊക്കെ ചൂടില്ലേ മക്കളെ, ഭയങ്കര ചൂടില്ലേ. പിന്നെന്താ ഇതാക്കണം എന്നുകൊണ്ട് അടിച്ചിട്ടുണ്ട്. മറ്റുപോലെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇപ്പം പറഞ്ഞുകൊണ്ട് വന്നതെന്നോ, കുറേ കാലം ഈ ചെറുതേനെ ഞാൻ അന്വേഷിക്കൽ തുടങ്ങിയിട്ട് കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ ഓരോരുത്തരത് കാണുമ്പോൾ വിളിച്ചു നോക്കും കേട്ടോ. നമുക്കൊരു തീർപ്പതി ആവണം അല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ, ഇച്ചൊരു തീർപ്പതി ഉണ്ടെങ്കിലേ ഞാൻ വാങ്ങുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ചെറുതേനെ ഈ വർത്താനം നേർക്ക് പറയാത്ത കുട്ടികൾക്കൊക്കെ ചെറുതേൻ കൊടുത്താൽ വേഗം വർത്താനം പറയണേക്കാം. എൻ്റെ വർത്താനം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, ചിലവർക്ക് സംസാരിക്കുക എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്താ നമ്മളെ ഇച്ചുമ്മയൊക്കെ അങ്ങനെ തന്നെ ഇനി കേട്ടോ. ആദ്യം ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ട് വർത്താനം പറയാൻ വയ്ക്കൂലായിരുന്നു ഓൾക്ക്.
ഇപ്പം നല്ല ഉഷാറായിട്ട് പറയട്ടോ അതേപോലെയൊക്കെ ആയിരിക്കും, എന്നാലും ഒരു ബേജാറാണ്. അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയും ചെറുതേം കൊടുക്കണം ചെറുതേനൊക്കെ വിളിച്ചുമ്പോഴേ 3000 4000 ഒക്കെ ചെറിയ ബോട്ടിലിന്. അതാ ഒറിജിനൽ തന്നെയാണോ എന്നൊരു സംശയമായിരിക്കും നമുക്ക് അല്ലേ. അപ്പം നമ്മളെ കൺമുന്നിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോഴേ നമുക്ക് സന്തോഷമല്ലേ. നമ്മളെ കുട്ടിക്ക് 2 നേരം ഓരോ ടീസ്പൂൺ വീതം അങ്ങോട്ട് കൊടുക്കുക. അപ്പം എന്തായാലും അമ്മക്ക് പഠിച്ചോനോ ഓരോന്ന് അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് തരൂ അല്ലേ. അപ്പോൾ അതാക്കണ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ഇന്നിപ്പോൾ സേവനവാരമാണ് ഇവിടെ കേട്ടോ. ലേഹമൊക്കെ ഉണ്ടാക്കി കാണ്ടി ഇനിയിപ്പോൾ ഒന്ന് നന്നാക്കാൻ ഒരാളോട് വരാൻ പറഞ്ഞിരിക്കണം, ഒക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ കേട്ടോ. അങ്ങനെ വിളിച്ചാലാണ് ഞാൻ കേട്ടോ. ഞാൻ തന്നെ കാക്കും നന്നാക്കും. ഇപ്പം എനിക്ക് കൈ കൊണ്ട് വെയ്യായിട്ടേ ആരോടേലും ഒന്നാണ് വരാൻ പറയും ഞാൻ. അല്ലെങ്കിൽ നമ്മളെ ഷെയ്മോൾ തന്നെയാണ് കേട്ടോ നന്നാക്കലൊക്കെ. പിന്നെ ഇപ്പോൾ എത്ര വെച്ചിട്ടാണ് നമ്മൾ ഓളക്കോണ് നന്നാക്കി വെച്ചാൽ 10 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വീഡിയോസിൽ ഞാൻ വല്ലാതെ പകർത്തലില്ല കേട്ടോ. ഒന്നാമത് കുട്ടികളല്ലേ, നമുക്ക് അങ്ങനെ കുട്ടികളെ പണിയെടുപ്പിച്ചിട്ടൊന്നും വല്ലാതെ വീഡിയോയിൽ ഇടാനും പറ്റൂല. പിന്നെ എന്താണെന്നോ ഓലൊക്കെ വലിയ കുട്ടികളാകുകയല്ലേ. കുറേയൊക്കെ നമ്മളെ വ്ളോഗിൽ നിന്നൊക്കെ ഒഴിവാക്കി ഓൾക്ക് ഇനി ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിലൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൾ തന്നെയാണ് ഒക്കെ അടിച്ച് തുടച്ച് നന്നാക്കുക. എന്നാലും ഞാൻ ആരോടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് വരാൻ പറയും. എന്താണെന്നോ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ലേ, ലേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നിങ്ങോട്ട് തട്ടി കൊട്ടി അടിച്ചോരി വൃത്തിയാക്കി എല്ലാം ഉരച്ച് തേച്ച് നന്നാക്കി ഇട്ടുക്കാണ്ട് പോട്ടോ. അതിനിപ്പോൾ നമ്മൾ ലേസം എന്തെങ്കിലും കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് അത് കാണുന്ന ഒരു വൃത്തി അങ്ങോട്ട് കിട്ടും അല്ലേ. നമ്മൾ എടുത്താലും ചിലപ്പോൾ നന്നാവില്ല. കണ്ടോ നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസും പിന്നെ പപ്സ് കാക്കുവിനോട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ ഞാൻ കലക്കി പറഞ്ഞപ്പോൾ ഉണ്ടാക്കി. അതൊന്നും ഇപ്പം ഇനി കൊടുക്കാനാവില്ല എന്ന് കരുതിയാണ്ട് കജ്ജും ഇങ്ങോട്ട് മേപ്പടക്ക് കയറുന്നുണ്ടല്ലേ. വ്ളോഗ് കൂടുന്തോറും അതൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ മക്കളെ, അത് കീറിയതാണ് എൻ്റെ ഷെയ്മോള്. ഒന്നാമത് ആ മുട്ടിൻ്റെ അവിടെ ഓള് കൊയമ്പ് വെച്ച് കാണും ഇങ്ങനെ കെട്ടി തരല്ലേ ഇനി. അപ്പോൾ അത് അവിടെ ഇങ്ങനെ എൻ്റെ കൈയൊക്കെ നിങ്ങൾക്ക് അറിയാം, മുക്കാ കൈയും ഫുൾ കൈയൊക്കെയാണ് മാക്സി. അപ്പോൾ അത് അവിടെ തുന്ന് കഴിച്ചാൽ പിന്നെ ഞാൻ അടിച്ചാനും കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഷെയ്മോൾ അറിയും അത് ഒഴിവാക്കാനായിക്കണം മാക്സിമം നിങ്ങൾ ആ ഒഴിവാക്കി കളിയാറ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണ നേരത്തെ പെട്ടെന്ന് സറപറാ എടുക്കണല്ലേ വീഡിയോ, അതാണ് കേട്ടോ. ഒന്ന് ക്ഷമിക്കണേ. അല്ലാതെ വ്ളോഗ് ഇങ്ങനെ കൂടുന്തോറും കൈജിൻ്റെയും കാലിൻ്റെയും എണ്ണം ഇറക്കം കുറവാകുന്നല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതാക്കണ് മുട്ട പപ്സ് കൊണ്ടുവച്ചിക്കണ് 6 എണ്ണം കൊണ്ടുവച്ചു കേട്ടോ. ഞാൻ കാക്കുവിനോട് പറഞ്ഞു അത് മതി, കുറേയൊന്നും വേണ്ട, ഓൾക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി നമുക്ക് മക്കൾക്ക് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ചിപ്സും ഉണ്ട് കേട്ടോ, അവനാൻ്റെ ആളുകൾ തന്നെയല്ലേ. ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യലും ഉണ്ടാക്കണം കരുതി കേട്ടോ. കോഴി ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഇതാക്കണ് നല്ല ഐസൊക്കെ ഇട്ടുകാണ്ട് ഐസ് ഇങ്ങോട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ടേ അതിലൊരു 2 കട്ടുള്ളായിരുന്നു. ആ കട്ട ഞാനെന്ത് കാട്ടി അത് ഒലതിക്കാണ് കേട്ടോ. തണുപ്പില്ലാതെ അപ്പോൾ കുടിച്ചാൽ വിജ മക്കളെ. ഇതാക്കണ് മുന്നിൽ നിൽക്കുന്നുണ്ട്, ഒക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ക്യൂ ആയിട്ട്. അപ്പോൾ ഓൾക്ക് കൊടുക്കാതെ നമുക്ക് പുറത്തേക്ക് എന്തായാലും കൊടുക്കാൻ കഴിയൂല. നിങ്ങൾക്ക് അറിയണല്ലേ, കുഞ്ഞുമണിയാളുണ്ടാകുമ്പോൾ വിരുന്നാർക്കൊക്കെ സാധനം വെച്ച് കൊടുത്താലേ ഓല അവിടെ ഇങ്ങനെ പോയി നിൽക്കും. അപ്പോൾ അതിന് നിൽക്കണ്ട, ഓല പള്ളം കൊണ്ട് നിറച്ച് കാണ്ടേ നമുക്ക് സാധനം കൊണ്ടുപോയി കൊടുത്താൽ സമാധാനമാവുമല്ലോ. അപ്പോൾ ഓല അവിടെ തേനീച്ചയൊക്കെ എടുത്തുകാണ്ട് റെഡി ആക്കുന്നുണ്ട്, മെയിൻ സ്വിച്ചൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ആ മുന്നത്തെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതും കൂടി ഒന്നങ്ങോട്ട് വൃത്തിയാക്കിയാൽ ഒന്നുകൊണ്ട് റാഹത്താവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഷെയ്മോളോ ഇതും ഒക്കെ ആയിരിക്കും ക്യാമറ പിടിച്ചുമ്പോൾ ഞാൻ ഓലോട് പറയലുണ്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുകൊണ്ടിയെന്ന്. പിന്നെ എന്താണെന്നോ ഇച്ചിണ്ണിയാളെ അത് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇച്ച് ഭയങ്കര ഗതിയായിട്ടാക്കാരം. അപ്പോൾ അതാക്കണ് കജുമത്ത വളയൊക്കെ നല്ല ചൊറുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അളയാക്കൊക്കെ പോയിട്ടോ. മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചു, എല്ലാം റെഡിയാക്കി. ഉച്ചയ്ക്ക് ഞാൻ ലേസം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, ബിരിയാണിയും ചിക്കനൊക്കെ. ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആട്ടോ. ഇന്ന് കൊറിയർ സർവീസൊന്നുമില്ല, കാരണം ലേഹമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നാളെ ലേഹം പുതിയതുണ്ടാക്കും. വേണ്ടി ഒരു പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ദിവസം കൊണ്ട് കിട്ടണമെങ്കിൽ പെട്ടെന്ന് പൈസ അടിച്ച് സ്ക്രീൻഷോട്ട് ഇടണം, അല്ലാതെ കിട്ടൂല മക്കളെ. ഞങ്ങൾ ഈ കുറേ ദിവസം കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് ഇടുമ്പോഴത്തേന് അതിൻ്റെ ബാക്കിലൊക്കെ കുറേ ആളുകൾ പൈസ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓലത് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാം കൊറിയർ സർവീസ് അറിയാം 3 4 ദിവസം കൊണ്ട് കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയൽ എന്താണെന്ന്, 2 ദിവസം കൂടി നേരം വയ്ക്കോട്ടെ, 5 6 ദിവസം ആയാലും പോസ്റ്റ് സർവീസ് എഴുതി വെക്കേണ്ടത്, പോസ്റ്റിലൂടെ വിടണം. ഇപ്പം നമ്മൾ പോസ്റ്റിൽ വിടലുണ്ട് കേട്ടോ. പെരയിൽ കൊടുന്ന് തരും പോസ്റ്റ്മാൻ ആണെങ്കിൽ കേട്ടോ. അതൊക്കെ അതിങ്ങനെ നെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അന്ന് ഗ്ലൗസൊക്കെ ഇട്ടു, കാരണം അത് കുറച്ചിങ്ങോട്ട് എടുത്തു വെക്കാമല്ലോ, നമുക്ക് കുറച്ച് തോനുണ്ട് തോന്നുക. നമ്മളെ 1 kg കുപ്പിയിൽ ഏകദേശം 3/4 ഉണ്ടായിരുന്നു എടുത്തപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടുകാണ്ട് ശരിക്കും വൃത്തിക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം അല്ലേ.
അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ചൊയ വ്യത്യാസമൊക്കെ വരും. നമ്മൾ വൃത്തിക്ക് പാത്രമൊക്കെ നല്ലോണം ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യണത് കേട്ടോ. എന്ത് കാര്യം നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലവർ ഇച്ച് വിളിച്ചലുണ്ട് കേട്ടോ. അച്ചാർ ഉണ്ടാക്കണ പോലൊക്കെ താത്ത പൂക്കണുണ്ട് എന്താ ചെയ്യുക വെച്ചിക്കാണ്ട്. അപ്പോൾ പൂക്കണ നമ്മൾ എപ്പോഴും ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് ചെയ്യണം. ഒരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ പിന്നെ ആ ഗ്ലൗസ് പിന്നെ ഉപയോഗിക്കരുത് കേട്ടോ. സ്റ്റെറൈൽ ഗ്ലൗ വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിൽ ലേത്തിലായാലും നമ്മൾ ഗ്ലൗസ് ഇട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒന്നും പറ്റൂല. നമ്മളെ കൈ ഉണ്ടല്ലോ, കൈ തൊട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും കേട്ടോ. പൂപ്പൽ പെട്ടെന്ന് വരും. അതുപോലെ അത് ലേഹത്തിനായാലും അച്ചാറിനായാലും ഒക്കെ അങ്ങനെ തന്നെ. ചില സ്ത്രീകളെ കൈയൊക്കെ മാവൊക്കെ തൊട്ടാൽ വേഗം പുളിച്ചും പറയണേക്കാലോ അല്ലേ. അതെനിക്കൊരാൾ പറഞ്ഞു തന്നാട്ടോ. ഒരാളല്ല, നമ്മളെ വൈദ്യർ തന്നെ പറഞ്ഞു തന്നാണ് കേട്ടോ. നമുക്ക് ലേഹം കാര്യങ്ങളൊക്കെ ചെയ്യണതിന് വൈദ്യരുണ്ട്. വൈദ്യർ പറഞ്ഞു തന്നെ തന്നെയാണ് ഡോക്ടർ കേട്ടോ. നമ്മൾ എല്ലാം ചെയ്യുമ്പോഴും നീറ്റിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് നമുക്ക് ലോങ് ലൈഫ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തും ചെയ്യുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഗ്ലൗസ് ഇനിയിപ്പോൾ അതിനായി മാത്രം വിലയൊന്നുമില്ല. 10-20 ഉറുപ്പ്യൊക്കെ ഉള്ളൂ സ്റ്റെറൈൽ ഗ്ലൗസിന്. മറ്റവും വാങ്ങട്ടോ നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ. ഞാനിപ്പോൾ ഗ്ലൗസ് 2 വാങ്ങലുണ്ട്. ഒരു ഗ്ലൗസ് പാക്കിൽ ഒന്നായിട്ടില്ലതാണ്. അത് ഞാൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേയൊക്കെ വരകുമ്പോൾ ഗ്ലൗസ് ഇടും. അങ്ങനെ ലേയം വരകുമ്പോൾ നമ്മൾ പാക്കിങ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഗ്ലൗസ് ഇടും. പിന്നെ ഇതിങ്ങനെ നെക്കി പിയ്യാനും അതേപോലെ ശതാവരി കാര്യങ്ങളൊക്കെ നമ്മൾ പിഴിഞ്ഞെടുക്കുമല്ലോ, തേങ്ങാപ്പാലൊക്കെ, അതിനൊക്കെ സ്റ്റെറൈൽ ഗ്ലൗ ഉപയോഗിക്കണം. സ്റ്റെറൈൽ ഗ്ലൗ എന്ന് പറയുമ്പോൾ അധികം ആളുകൾക്കും അറിയുണ്ടാവില്ല അല്ലേ. ചിലവർക്കൊക്കെ അറിയാം. ഞാൻ പറയണില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കോണ്ടിട്ടോ. അണുവിമുക്തമായ ഗ്ലൗസ് ആണല്ലോ, അത് ഉപയോഗിക്കണം. അത് 2 എപ്പോഴും ഞാൻ ഇവിടെ വാങ്ങി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാത്രമേ ആ ഗ്ലൗസ് എടുക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മറ്റ് ഒരു 150 350 പാക്ക് ഉണ്ടാവും ഗ്ലൗസ്, അത് വാങ്ങിയാൽ മതി കേട്ടോ. അല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ലേയം വരകാനും പാക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഗ്ലൗസ് ഇട്ടാൽ മതി. ഈ നെക്കി പിയ്യാൻ നമ്മൾ ഭക്ഷണം കഴിക്കണല്ലേ, അതിന് നെക്കി പിയ്യാൻ നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോഴാണ് പൂപ്പലും കാര്യങ്ങളൊന്നും വരാതെ. ഓരോർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെന്താ കാക്കു അതിങ്ങനെ നിൽക്കാം. തേന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇത് ഞാൻ തരൂല കേട്ടോ, അതിൻ്റെ കുട്ടിയാക്കാണ്. ഇതിൻ്റെ മിന്നുവിനെ നിച്ച് തരുമോ താത്താന്ന് ചോദിച്ചാണ്ട. ഇത് കിട്ടുക എന്ന് പറയുന്നത് വലിയ കിട്ടല, ചെറുതേന കേട്ടോ. വലിയ തേനൊക്കെ നമുക്ക് എവിടെ നിന്നും വാങ്ങാൻ കിട്ടും, ചെറുതേനും വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മൾ കണ്ട് നമുക്ക് കിട്ടുക അറിയുമ്പോൾ അതിന് നല്ല കിട്ടല അല്ലേ. അപ്പോൾ കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെക്കി പിയ്യാനൊക്കെ സ്റ്റെറൈൽ ഗ്ലൗസ് 2 വാങ്ങുക കേട്ടോ. അച്ചാർ താത്താരൊക്കെ വിളിച്ചിരുന്നു. ഓൽക്ക് എല്ലാ മറുപടി കേട്ടോ ഞാൻ കൊടുത്തത്. ഓരിങ്ങനെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയും, ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട് താത്ത, എന്നാലും പൂപ്പൽ വരുന്നുണ്ട് എന്ന് പറയണപ്പോൾ പറയാം കേട്ടോ. നമ്മളെ സാധാ ഗ്ലൗസ് അല്ല, ഈ കൈയിട്ട് കാണ്ട് പിയ്യുമല്ലോ നമ്മൾ. ഇനിയിപ്പോൾ ഞാൻ ലേഹത്തിന് ബീട്രൂട്ട് ശതാവരി അതൊക്കെ പിയ്യുമ്പോൾ നമ്മളെ സാധാ ഗ്ലൗസ് അല്ല ഉപയോഗിക്കുക. സ്റ്റെറൈൽ ഗ്ലൗസ് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഈ ഡോക്ടേഴ്സുമാരൊക്കെ സ്റ്റിച്ച് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഫുള്ളാണ് അണുവിമുക്തമായിരിക്കും. ആ ഗ്ലൗസ് വാങ്ങുക. 2 വാങ്ങിയാൽ മതി. 10-30 ഉറുപ്പ്യ എടുത്താലും 60 ഉറുപ്പ്യല്ലേ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തേനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കാലം ലോങ് ലൈഫ് കിട്ടും നമുക്ക് കേട്ടോ. കൂടുതൽ കാലം. ഇനി നമ്മളെ 1 kg കുപ്പി, 1 kg കുപ്പി നമ്മളെ അതും നല്ല ബോട്ടിലാണ് കേട്ടോ. നമ്മൾ ലേയം നിറക്കണേ അങ്ങനെ നല്ല ബോട്ടിലും ആക്കി വെക്കുക കേട്ടോ. തേനൊക്കെ ആവുമ്പോൾ ഒന്ന് നാമൊക്കെ ചെയ്യും അറിയാതെ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്താ വായിൽ വെള്ളം ഓർന്നുണ്ടാവും, അച്ചാറിൻ്റെ ഒക്കെ മാതിരിയില്ലേ. അപ്പം 2 നേരം നമ്മളെ മിന്നുവിനൊക്കെ ഒന്നുകൊണ്ട് കൊടുത്തോക്കട്ടെ, നല്ല മാറ്റം ഉണ്ടാവും ഒക്കെ ഒന്ന് നോക്കട്ടെ. ചെറുതേനൊക്കെ കിട്ടുക അറിയുമ്പോൾ വലിയൊരു കിട്ടല, അതും വിശ്വാസത്തോടു കൂടിയില്ലേ. പിന്നെ എന്താ ലേഹം വേണ്ടി പോലെ പെട്ടെന്ന് കൂടി വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളി. വിളിച്ചാൽ കിട്ടൂല മക്കളെ, കണ്ടമാന കോള് വരും. എന്നോട് പരാതി പറയലുണ്ട്, താത്ത ഫോൺ എടുക്കണില്ല. പൊന്നാര മക്കളെ, 5-6 മക്കളും സുഖമില്ലാത്ത ഉമ്മി, നേരം വെളുത്ത ഇച്ചന്നെ പിരാന്താണ് തലക്ക്. നേരം വെളുക്കുമ്പോൾ ഒരു ലോഡ് അപ്പം ഉണ്ടാക്കി കൂട്ടണം. അത് കഴിഞ്ഞാൽ എത്രങ്ങാനും ചോറും ചാറും ഉണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കൊറിയർ ചെയ്താണ്ടാവും, പാക്ക് ചെയ്താണ്ടാവും, ഉമ്മമാനെ കുളിപ്പിച്ചാണ്ടാവും, ബേബിയാളെ കുളിപ്പിച്ചാണ്ടാവും. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഷെയ്മോളിലുണ്ട് അകം അടിച്ചൊരു തുടക്കാനും മുറ്റടിച്ചു വരാനും അതേപോലെ ചോറ് ഊറ്റി അറിയാനും ചോറ് ഊറ്റാനും പാത്രം കഴുകിയേക്കാനും ഒക്കെ ഓളുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടതിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. നട്സിൻ്റെ ലേഹ്യം ഇന്നെ മെസ്സേജ് ഇട്ടേച്ചോളൂ കേട്ടോ. നാളെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പുതിയ ബാച്ച് കേട്ടോ. നമ്മളെ ശതാവരിയും ബീട്രൂട്ടും ക്യാരറ്റും തേങ്ങാപ്പാലും
നട്സുകളും ഒക്കെ കൂട്ടിക്കാണ്ട് ഉണ്ടാക്കണതാണ് നമ്മളെ ഇച്ചുമ്മ നട്സ് ലേഹം. നമുക്ക് അസ്ഥിയുരുക്കം, വെള്ളപ്പോക്ക്, വയറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ പറയണ ആ അസുഖത്തിനും തടിയില്ലാത്ത കുട്ടികൾ കവിളൊട്ടിക്കണവർക്ക് തടി നന്നാവാനും ഏറ്റവും 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും ഗുണകരമായത് കേട്ടോ. ആണിനും പെണ്ണിനും ഒക്കെ കഴിക്കാം. ഈത്തപ്പഴമാണ് മധുരത്തിന് ഞാൻ അതിൽ ആഡ് ചെയ്യണം കേട്ടോ. പോസ്റ്റ് സർവീസ് ഉണ്ട്, പോസ്റ്റിലൂടെ വിടണമെങ്കിൽ പോസ്റ്റിലൂടെ വിടണം എന്ന് എഴുതി തന്നെ നിങ്ങൾ വെക്കണം. അപ്പോൾ 2 ദിവസം നേരം വൈകിയാലും സേഫോട് കൂടി പെരിയിലെത്തും കേട്ടോ. പിന്നെ നമ്മളെ മൈഗ്രീൻ്റെ എണ്ണ ഉണ്ട്. മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരന്, അകാലനര, ഇതിനൊക്കെ നമ്മളെ ഹെയർ ഓയിൽ ഉപയോഗിക്കണതാണ് കേട്ടോ. ഈ ചുമ്മാ ഹെയർ ഓയിൽ. അപ്പോൾ 200 സ്റ്റാർട്ടിങ് ഉണ്ട്. വേണ്ടപോലെ പെട്ടെന്ന് വിളിച്ചോളൂ. ലേഹ്യം 1/2 kg ആണ് സ്റ്റാർട്ടിങ് കേട്ടോ. ലേഹത്തിന് മധുരത്തിന് ഞാൻ ഈത്തപ്പഴമാണ് കൂടുതലായിട്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ആഡ് ചെയ്തിരുന്നു കേട്ടോ. ശർക്കര പാനിയൊക്കെ ഇത്തിരി ഉപയോഗിക്കലുള്ളൂ. ഇനി തേനൊക്കെ ഞാൻ ഇനി മുതൽ തേനൊക്കെ കൂട്ടണം എന്ന് കരുതുന്നുണ്ട്. ആ ശർക്കരയൊക്കെ ഒഴിവാക്കിയാണ്ട് എന്തും നമ്മൾ നാച്ചുറലായിട്ട് ഒന്നും കൂടി ഉഷാറാക്കുമ്പോൾ അല്ലേ സൂപ്പറായിരിക്കും അല്ലേ. അപ്പോൾ വേണ്ടപോലെ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് വിട്ടോളി. ഇതിൽ നമ്പർ ഇല്ലെങ്കിൽ നമ്മളെ നമ്പർ എല്ലാ വീഡിയോസിലും അതുപോലെ എല്ലാ ഷോർട്സിലും ഒക്കെ നമ്മളെ നമ്പർ ഉണ്ട് കേട്ടോ. പിന്നെന്താ മുത്തുമണികളെ ശബ്ദമൊക്കെ ഉണ്ട്. ഏകദേശം 1/4 ആ 1 kg കുപ്പിയിൽ 1/4 കിട്ടി കേട്ടോ എനിക്ക്. അത് കണ്ടില്ല നിങ്ങൾ. നല്ല തേന് കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ. ഇത് എത്ര കൊല്ലങ്ങളോളം വെച്ചാലും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഒന്നാമത് സ്റ്റെറൈ ഗ്ലൗ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കുപ്പി ഉപയോഗിച്ചിട്ട് കൈ തൊടരുത്. കൈ തൊട്ടാലാണ് കംപ്ലൈൻറ്റ് ആവുക. പിന്നെ നമ്മൾ വായിലിട്ടുകാണ്ട് സ്പൂണ് പിന്നെ അയക്കാൻ ഇടരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തുകാണ്ട് മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മൾ വായിലൊന്നും ടച്ച് ചെയ്യൂല. വായിൽ കയ്യിലൊന്നും ടച്ച് ചെയ്യാതെയാണ്. അപ്പം അത്ര നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ അത് നമുക്ക് കുറേ കാലം ഈട് നിൽക്കും കേട്ടോ. പിന്നെന്താ പിന്നെ വ്ളോഗ് ലോങ് കൂടിയിട്ടുണ്ടല്ലേ. പിന്നെ റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യോണ്ടി കേട്ടോ. ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോണ്ടി മക്കളെ. ലൈക്ക് ചെയ്യാൻ വല്ലാത്ത മടിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഷോർട്സുകൾക്കൊക്കെ ലൈക്ക് ചെയ്യോണ്ടി കേട്ടോ. എന്നാലല്ലേ കൂടുതൽ ആളുകൾക്ക് അത് എത്തിക്കപ്പെടുള്ളൂ. നമ്മളെ നട്സ് ലേഹം, ഈ ചുമ്മാ ഹെയർ ഓയിലൊക്കെ കൂടുതൽ ആളുകൾക്ക്. കാക്കു അവിടെ നിന്ന് പോണെന്നല്ല. കാക്കു ഇങ്ങനെ അത് തോണ്ടി നിൽക്കുകയാണ് കേട്ടോ. പാത്രം ആ പാത്രത്തിലൊക്കെ ഞാൻ നല്ലോണം ഉണ്ട് കേട്ടോ. പാത്രമൊക്കെ ഞാൻ മക്കൾക്ക് കൊടുക്കാമെന്ന് കരുതിക്കാണ്ട് നിൽക്കുകയാണ്. ഓല് ഇനി തോണ്ടി അമ്മച്ചിക്കാണ്ട് തിന്നോളൂ കേട്ടോ. കുപ്പി ഇനി ഞാൻ പാത്തക്കട്ടെ. അതിൻ്റെ ചണ്ടിയൊക്കെ നല്ലോണം അങ്ങോട്ട് ഊറ്റി എടുത്തുക്കണം കേട്ടോ. മക്കളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഞാൻ ലേസീച്ച കൊടുക്കട്ടെ കേട്ടോ. പിന്നെന്താ നിങ്ങളെയൊക്കെ വർത്താനം. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തോണ്ടുന്നുണ്ട് കേട്ടോ. ഈ മക്കൾക്കൊക്കെ ലേസീച്ച കൊടുക്കട്ടെ കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. പിന്നെ വാണ്ടിയവരൊക്കെ ലേഹം വാണ്ടിയവരൊക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. എന്നാൽ പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ വലിയ ഓട്ട കാണുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് സെറ്റ് എടുത്തിക്കണ ഞങ്ങൾ ഇട്ടാ മതില്ല ബുക്ക് കച്ചവടം ചെയ്യണം. നിങ്ങൾക്ക് രസം നോക്കിയാ നാമക്ക് രസമുണ്ടോ? ഇതിനൊന്നായിട്ട് പോയിക്കാ മുറുക്കി പിടിച്ച അവിടെ കൊറ്റിച്ചു. കൊല്ലപ്പട കൊടുക്കുമ്പോ കൊല്ലപ്പടക്ക് വിട്ടാണ്. കൊല്ലപ്പട തിന്നാ കൊഞ്ഞപ്പട വർത്താനം പറയുന്നില്ല. വേഗം തിന്നൂടെ. ചെറുതായും കുടിച്ചാല് വർത്താനം പറയാലോ. കൊഞ്ഞപ്പട എനിക്ക് നല്ല കുറച്ച് കൂടുതലാണ്. എനിക്ക് ചെറിയ പട. ഓക്കെ ഇനി നാവ് കണ്ണാക്കുമ്പോ തട്ടിച്ചാ അറിയില്ല. അതാണ് എന്റെ കുട്ടിക്ക് കുറച്ച് നല്ല വർത്താനം പറയണോട്ട് അക്കാരെ കുറച്ച് കൊടുത്ത് കോളൊക്കെ വരുന്നുണ്ട്. അമ്മച്ചിക്ക് ലേഹത്തിന് കോള് വരുന്നുണ്ട്. ഇപ്പൊ ചെമ്പട്ടിച്ച് വലിയ ഉണ്ട പാത്രം കൊടുത്തു.
ഇത് നാം വെച്ച് തിന്നോ ഏത് പാത്തക്കാനോ ഓക്കെ അസ്സലാമു അലൈക്കും ല്ലേ